യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട സ്ഥലത്തിനടുത്ത് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഒരു സുവിശേഷ പ്രവർത്തനം തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ടതിൻ്റെ 1 വർഷം തികയുന്നതിന് മുമ്പ് സുവിശേഷ പ്രവർത്തനം തുടങ്ങി. അതെവിടാ? നമ്മൾ തല കുത്തി നടന്ന സ്ഥലത്തൂടാ. അതിലേക്ക് ഇങ്ങനെ ബൈബിളൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോഴേ കടയിൽ നിന്ന് ആൾക്കാർ പറയും, ഉപദേശി വരുന്നു. ചിരിച്ചോണ്ടാ പറയുന്നേ. പക്ഷെ നമ്മൾ അന്നേരം രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുക, എല്ലാവരെയും തിരിച്ച് കാണിക്കുന്നൊന്നും വിഷയമല്ല. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ 10, 12, 15 വർഷത്തോടടുത്ത് ഒരു പ്രസ്ഥാനത്തിൽ പല ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരുന്നു. ആ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവാം. അങ്ങനെ സുവിശേഷം അറിയാത്ത സ്ഥലത്ത് സുവിശേഷം പറയാൻ പോകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇടുക്കി ജില്ല ഞങ്ങൾ തിരഞ്ഞെടുത്തു. അവിടെ ധാരാളം ഗ്രാമങ്ങളിൽ ഞങ്ങൾ സുവിശേഷീകരണം നടത്തി 10 കൊല്ലം. അപ്പം ഞങ്ങൾ ഓർത്തു, ഈ ഹൈ റേഞ്ചിന്റെ മലയ്ക്ക് വേണ്ടിയാ ഞങ്ങളെ കണ്ടേക്കുന്നത്. ഹൈ റേഞ്ചിലും വേണമെങ്കിൽ കണ്ണൂർ, തളിപ്പറമ്പ്, ആ സ്ഥലങ്ങളിലെല്ലാം വില തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പറഞ്ഞു, മല ഇറങ്ങാൻ സമയമായി. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെയാണ് ജീസസ് വോയിസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായത്. ഒരിക്കലും എൻ്റെ ഇഷ്ടമോ ആഗ്രഹമോ അല്ല, ഇതൊരു ദൈവ പദ്ധതിയാണ്. ഞാൻ ചിലരോട് പ്രവചിച്ചു പറയാം, നീ ചിന്തിച്ച പോലെ അല്ല കാര്യങ്ങൾ ഓടുന്നത്, നീ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ ഓടുന്നത്. എന്തോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുക. അത് കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഇന്ന് പ്രാർത്ഥനയിൽ നിങ്ങൾ കാണണം, എന്തോ ഒരു വഴിത്തിരിവ്. ജീസസ്, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടോണ്ടാ പ്രസംഗിക്കുന്നേ. ഇതല്ല എൻ്റെ മിനിസ്ട്രി, ഇതല്ല എൻ്റെ വെളിപ്പാട്, വേറെ എന്തോ വരാനുണ്ട്. അത് എൻ്റെ ബുദ്ധി ഞാൻ ചാടത്തില്ല. എന്നെ ആത്മാവ് എപ്പോ പ്രേരണ തരുമോ, ആരെല്ലാം എതിർത്താലും ഞാൻ ചാടും. കാരണം എനിക്ക് ദൈവത്തെയാ വേണ്ടത്. അപ്പൊ മോശ അമ്മായിയപ്പൻ്റെ ആടിനെ തിരികൊണ്ടിരിക്കുക. 40 വർഷമായിട്ട് ഒരേ പരിപാടിയാ. തിങ്കളാഴ്ച രാവിലെ എഴുന്നേക്കും, ആടിനെ അങ്ങോട്ട് തീറ്റാൻ പോകും, വൈകിട്ട് 7 മണിയാകുമ്പോൾ വരും. ചൊവ്വാഴ്ച രാവിലെ എഴുന്നേക്കും, വൈകിട്ട് 7 മണിക്ക് വരും. ഞായറാഴ്ച ഉൾപ്പെടെ 365 ദിവസവും എന്തുവാ? ആടിനെ തീറ്റ. ഈ 40 വർഷം ഒരേ കാര്യം ചെയ്ത അതിനർത്ഥം പിന്നെ മരിക്കുന്നിടം വരെ അങ്ങനാന്ന. പക്ഷെ വിളിയുള്ളവൻ അങ്ങനല്ല. അതാ ദൂത്. ഈ ദിവസങ്ങളിൽ നിനക്കൊരു വഴിത്തിരിവുണ്ട്. ഇതുവരെ ആരും കാണാത്ത എന്തോ ഒരു കാഴ്ച നിനക്ക് വേണ്ടി മാത്രം ദൈവം തരാൻ പോവുക. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഏതോ ഒരു കണ്ടുമുട്ടൽ. ബൈബിൾ പഠിക്കണം, എല്ലാ മനുഷ്യന്റെ വഴിത്തിരിവിന്റെ പിമ്പിൽ ഒരു ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ട്. ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം, നിനക്കൊരു വഴിത്തിരിവുണ്ട്. നിന്റെ രക്തബന്ധങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിന്റെ ചാർച്ചയിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഓപ്പണിങ്. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ആരുടെ ഉള്ള് വെമ്പൽ കൊള്ളുന്നു, ആരുടെ ഉള്ളു കൊതിക്കുന്നു. നിന്റെ പാരമ്പര്യത്തിൽ ഇതുവരെ ഇല്ലാത്തത്, നിന്റെ ചാർച്ച. കൃപ സ്വീകരിച്ചാടേ. ഏതോ ഒരു വഴിത്തിരിവ് വരാൻ പോവുക. അർത്ഥം നീ എന്തിനെയോ മുട്ടാൻ പോവുക. അതൊരു പക്ഷെ തീ ആയിരിക്കും, അതൊരു പക്ഷെ ശബ്ദമായിരിക്കും, അതൊരു പക്ഷെ യഹോവ. ഒരു രാത്രിയൊക്കെ ഉറങ്ങുമ്പോ ചുമ്മാ ഈ വെളിവെട്ടവനെ പോലെ ആഹാരം കഴിച്ചു പോയി കിടന്ന് ഉറങ്ങരുത്. കൊതിക്കണം, കർത്താവേ ഇന്ന് രാത്രി സ്വപ്നത്തിലായാലും എനിക്കൊരു ദൈവത്തിന് സ്വന്തം ഒരു അനുഭവം തരണം. ഒരാമീൻ പറഞ്ഞാട്ട്. ഫിലിപ്പോസ് കൊതിക്കുക എന്തിനാ? ആത്മാവെന്ന് എടുത്തോണ്ട് പോകാൻ.
പൗലോസ് കൊതിക്കുക മൂന്നാം സ്വർഗം വരെ പോകാൻ. പത്രോസ് കൊതിക്കുക ദൂതറിഞ്ഞ് ചങ്ങല പൊട്ടിക്ക. നിന്റെ ഉള്ളിൽ കൊതി വരട്ടെ, ദൈവം ചിലത് ചെയ്യാൻ. എല്ലാവർക്കും ഇല്ല, ചിലരുടെ അകത്ത് ആ കൊതിയുണ്ട്. ഈ ചിലര് പറയാ ദൈവം ചെയ്യുന്ന ചെയ്യട്ടെ, ദൈവത്തിന് സൗകര്യമില്ലേ ആണ് മിണ്ടുന്നില്ല. നിനക്കുള്ളിൽ കൊതിയുണ്ടോ? ഈ ജനം കൊതിക്കുക. മോശയോട് എന്ന് പറഞ്ഞു, പാസ്റ്ററെ ഉപദേശി സ്തോത്രം, കുറച്ച് നാളുകൊണ്ട് മന്ന തിന്നുക, ഇറച്ചി തിന്നാനൊരു കൊതിയുണ്ട്, ഇതുവരെയും കിട്ടിയിട്ടില്ല, ഒന്ന് തരാമോ? നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം. ഉടനെ ദൈവം പറയാ പേടിക്കണ്ട, ജനത്തോട് ഇന്ന് പറഞ്ഞോ ഇറച്ചി വരാൻ പോവാ. അപ്പൊ മോശ ചോദിച്ചു ഒരു ദിവസമോ? പറഞ്ഞു ഒരു ദിവസമല്ല. 10 ദിവസമോ? 10 ദിവസമല്ല, ദിവസം, ഓരോ ദിവസവും. അപ്പൊ മോശയ്ക്ക് ഒരു കൺഫ്യൂഷൻ. മോശ ചോദിക്കുക ഇത്രയും ജനത്തിന് എവിടുന്ന് മാടിനെ വെട്ടു, എവിടുന്ന് മത്സ്യത്തെ പിടിക്കും? അപ്പം ദൈവം പറഞ്ഞടാ എൻ്റെ പേര് ദൈവം എന്നാ. നിന്റെ ബുദ്ധിയിൽ ഇത് ഒതുങ്ങത്തില്ല. നാളെ രാവിലെ ജനം റെഡി ആയിക്കോളാൻ പറ. ജീസസ് പാളയത്തിനകത്ത് കാട ചിറകടിച്ചിറങ്ങും. എനിക്ക് വിടിരിക്കുന്ന ചിലരോട് ദൂതുണ്ട്. നിന്റെ കുടുംബത്തിൽ ആർക്കു വേണ്ടി നടക്കാത്തൊരു കാര്യം, ഗ്ലോറി ഗ്ലോറി. ഞാന് ബൈബിൾ വിശ്വസിക്കുന്നവരോട് പറയാം, ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ ലെവലിലാണ് ശുശ്രൂഷ ചെയ്തേ. നിങ്ങൾ ശ്രദ്ധിക്കണം. മോശയോട് പറഞ്ഞു വടിയെടുത്ത് കടലിനെ പിളത്ത്. യോശുവയുടെ കാലം പറഞ്ഞു വടി മാറ്റിയത് കഴിഞ്ഞു, ഇനി പെട്ടകം എടുത്ത് യോർദാനെ ചവിട്ടിക്കോ. എലീശ വന്നപ്പോ പറയാ ഇനി പെട്ടകം വേണ്ട, നീ പുതപ്പെടുത്ത് അടിച്ചോ. പുതിയ നിയമത്തിൽ സ്ത്രീ പറയുക വടി വേണ്ട, പുതപ്പ് വേണ്ട, പെട്ടകം വേണ്ട, വിശ്വാസം